ഹരേ കൃഷ്ണ. പ്രപഞ്ചത്തെ ഉണ്ണിവായിൽ ഒളിപ്പിക്കുകയും പ്രപഞ്ചത്തിന് പുറത്ത് ലീലകളാടുകയും ചെയ്ത ഉണ്ണിക്കണ്ണൻ. ഗോവർദ്ധനഗിരിയെ തൻ്റെ ചെറുവിരൽ കൊണ്ട് ഉയർത്തിയ ഉണ്ണിക്കണ്ണൻ. മഹാവൃക്ഷത്തെ ചെറുവിത്തിൽ ഒളിപ്പിച്ച ഉണ്ണിക്കണ്ണൻ. നിഗൂഢതകളുടെയും ആനന്ദത്തിൻ്റെയും ലീലകളായിരുന്നു ഉണ്ണിക്കണ്ണൻ ഈ പ്രപഞ്ചത്തിൽ ആറാടിയിരുന്നത്. ആ ഉണ്ണിക്കണ്ണനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നു. നാഹം വേദേർന തപസ ന ദാനേന ന ചേജ്യയാ ശക്യ ഏവം വിധോ ദൃഷ്ടും ദൃഷ്ടവാനസി മാം യഥാ ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേഹം വിധോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. അതീന്ദ്രിയ ദൃഷ്ടിയാൽ നീ കാണുന്ന ഈ രൂപം വേദാധ്യയനം കൊണ്ടോ തപശ്ചര്യ കൊണ്ടോ ധാരണയജ്ഞാദികളാലോ കൈവരാവുന്നതല്ല. അവയൊന്നും കൊണ്ടല്ല എൻ്റെ ഈ യഥാർത്ഥ രൂപം ഒരാൾക്ക് പ്രത്യക്ഷമാവുന്നത്. പ്രിയപ്പെട്ട അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എൻ്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ആ നിഗൂഢതയിലേക്ക് യാത്ര ചെയ്ത ഒരു മഹാഭക്തന്റെ കഥ ഇവിടെ കാണാം. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപകാചാര്യനായ ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ 1974 ഫെബ്രുവരി 24 ബോംബെയിൽ വെച്ച് ഭഗവത്ഗീത 7.9 ആസ്പദമാക്കി നടത്തിയ ഒരു പ്രഭാഷണത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ലഘുനാടകത്തിൻ്റെ പ്രതിപാദ്യം. ഇത് ഞങ്ങൾ ഭക്തി പുരസ്സരം ശ്രീല പ്രഭുപാദർക്കായി സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ, രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഹരേ കൃഷ്ണ 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 ഗോവിന്ദ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ, ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ, ഗണഗമന ഹരി ഗോവിന്ദ ജയ ജയ. രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ. ആഹാ, കൃഷ്ണ ഗോവിന്ദ, അവിടത്തെ ദിവ്യനാമങ്ങളും കീർത്തനവും. എൻ്റെ കൃഷ്ണ, ഇതൊക്കെ പാടി നടക്കാമെന്ന് പറയണത് ഒരു ഭാഗ്യം തന്നെ. എനിക്കിത് ഇപ്പൊ പറ്റില്ലല്ലോ. വീട്ടിൽ അടുപ്പ് പുകയണ്ടേ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ, രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ, ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ, രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. നാരായണ 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 നാരായണ. ഓ നാരദമുനി, നാരദമുനി.
മുനിശ്രേഷ്ഠ, ഇതെന്തൊരത്ഭുതമായിരിക്കുന്നു. അങ്ങയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. കാരുണ്യവാനാണങ്ങ്. ഈ പാവത്തിനെ കാണാൻ വന്നല്ലോ. അങ്ങ് ഇപ്പോൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? ഒന്നും ചെയ്യേണ്ടതില്ല. നാം ഇപ്പോൾ ഗംഗാസ്നാനം കഴിഞ്ഞ് വൈകുണ്ഠത്തിലേക്കുള്ള യാത്രയിലാണ്. നാരായണ 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 നാരായണ. ഓ, അങ്ങ് വൈകുണ്ഠത്തിലേക്കാണോ? എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്യാമോ? നാരായണ നാരായണ. എനിക്ക് ഭഗവാനെ കാണുവാൻ ഇനി എത്ര ജന്മങ്ങൾ വേണ്ടി വരുമെന്ന് ഒന്ന് ചോദിച്ചറിയാമോ? നാരായണ നാരായണ. പരിഭ്രമിക്കാതിരിക്കൂ, നോം ചോദിച്ചറിയാം. നാരായണ നാരായണ നാരായണ. നന്ദി മഹാമുനി, നന്ദി. ഈ ഉള്ളവന് അങ്ങയുടെ കാരുണ്യം കിട്ടിയല്ലോ. സന്തോഷമായി. നാരായണ 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 നാരായണ. കൃഷ്ണ, ശ്രേഷ്ഠ ജന്മം തന്നെ. ഞാനോ ഒരു അധമൻ. ഇനി എത്ര ജന്മങ്ങൾ ജനിച്ചു മരിക്കണം എന്റെ കൃഷ്ണനെ കാണാൻ? കൃഷ്ണ, എല്ലാം അവിടത്തെ കാരുണ്യം. അഗ്രേ പശ്യാമി തേജോ നിവിടതരകളായ വലി. ഹായ്, എന്താ ഇതാ? വഴിന്ന് മാറി നിക്ക. നോം സ്നാനം കഴിഞ്ഞ് വരുന്നത് കാണുന്നില്ലാന്നുണ്ടോ? പറഞ്ഞിട്ട് എന്തു ഫലം? നോം നിത്യേന 3 പ്രാവശ്യം സ്നാനം ചെയ്യുന്നതും പൂജകൾ ചെയ്യുന്നതും ശാസ്ത്രങ്ങൾ പഠിക്കുന്നതുമൊക്കെ ഇവന് ഏത് ജന്മത്ത് മനസ്സിലാവാനാ? കണ്ടില്ലേ വേഷം? കുളിച്ചിട്ട് എത്രയായോ എന്തോ. സുകൃതം ചെയ്യണം, സുകൃതം. എന്നാലേ എന്നെ പോലെ ശ്രേഷ്ഠമായ പാരമ്പര്യമുള്ള ഒരു ബ്രാഹ്മണ ജന്മം കിട്ടൂ. ഓ, പൂജയ്ക്കുള്ള സമയമായിരിക്കുന്നു. ഓം കേശവായ നമഃ. ഓം നാരായണായ നമഃ. ഓം മാധവായ നമഃ. ഓം ഗോവിന്ദായ നമഃ. ഓം വിഷ്ണവേ നമഃ. നാരായണ 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 നാരായണ. ഹായ്, ഇതാരാ ഇത്? നാരദ മഹർഷിയോ? പ്രണാമം. വന്നാലും ഉപവിഷ്ടനായാലും അങ്ങ് നോം ഈ പൂജകളൊന്ന് മുഴുവനാക്കട്ടെ. നാരായണ നാരായണ. ഹരേ ഓം സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താരക്ഷോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. അല്ലയോ ദേവർഷേ, അങ്ങയുടെ ആഗമനത്തിൽ നോം സന്തുഷ്ടനായിരിക്കണു. ഈ സാധുസംഘത്തേക്കാൾ ശ്രേഷ്ഠമായി മറ്റെന്തുണ്ട്? ഇനി അങ്ങയുടെ യാത്ര എങ്ങോട്ടാണെന്ന് കൂടി അറിയിച്ചാൽ
നോം ഒന്നുകൂടി സന്തുഷ്ടനാകും. നാരായണ നാരായണ. മഹാപ്രഭു നാരായണനെ കാണുവാൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. അതെയോ? അത് നമ്മുടെ ഭാഗ്യം. അങ്ങനെയെങ്കിൽ ഈ ബ്രാഹ്മണനോട് അല്പം കരുണ കാട്ടുമോ? നാരായണ നാരായണ. അങ്ങ് പറഞ്ഞാലും നാരായണ. അങ്ങ് മഹാപ്രഭു നാരായണനെ കാണുമ്പോൾ ഈ വിനീതനായ ബ്രാഹ്മണന് എപ്പോഴാണ് മോക്ഷം കിട്ടുന്നതെന്ന് ചോദിച്ചറിയാമോ? തീർച്ചയായും ബ്രാഹ്മണ ശ്രേഷ്ഠ. നാരായണ 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 നാരായണ. ഈ ഉള്ളവന് എന്നും നന്ദി ഉണ്ടാവും. അങ്ങ് ദയാലുവാണ്. നാരായണ 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 നാരായണ. ഭക്തനായ നോം ഈ ജന്മത്തിനൊടുവിൽ ഭഗവാന്റെ അടുത്തെത്തും എന്നുറപ്പാണ്. അത് എന്നാണെന്നാണ് നമുക്കറിയേണ്ടത്. ഒന്ന് തയ്യാറാകാമല്ലോ. നാരായണ 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 നാരായണ. ആ നാരദരോ, വന്നാലും നിങ്ങളെ വീണ്ടും കണ്ടതിൽ നാം സന്തോഷിക്കുന്നു. സൗഖ്യമല്ലേ നാരദരെ? നാരായണ നാരായണ. ഭഗവാനെ, അങ്ങയെ കണ്ടതോടെ എൻ്റെ കണ്ണുകളും ജപവും പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. അങ്ങയുടെ ദിവ്യ പരിശുദ്ധ നാമമാണ് എൻ്റെ നാവിനെ പരിപൂർണമാക്കുന്നത്. നാരായണ 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 നാരായണ. പറയൂ നാരദരെ, താങ്കൾ ഇപ്പോൾ എവിടെ നിന്നാണ് ആഗതനായിരിക്കുന്നത്? പ്രഭോ, അങ്ങയുടെ എണ്ണമറ്റ ഭക്തന്മാർ വസിക്കുന്ന ഭൂമിയിൽ നിന്ന് വരുന്ന വഴിയാണ്. ഓഹോ, വളരെ നല്ലത്. പറയൂ നാരദരെ, എന്തുണ്ട് ഭൂമിയിൽ വിശേഷങ്ങൾ? പ്രഭോ, അവിടെ അവർ അങ്ങയുടെ മഹിമകൾ പാടിക്കൊണ്ട് വാദ്യോപകരണങ്ങൾ വായിക്കുകയും കീർത്തനങ്ങൾ ആലപിക്കുകയും ആനന്ദ നൃത്തം ചവിട്ടുകയും ചെയ്യുന്നു. നാരായണ നാരായണ. അവർ അങ്ങേക്ക് സമർപ്പിച്ച് പരിശുദ്ധമാക്കിയ ഭക്ഷണവും അതീന്ദ്രിയ സാഹിത്യവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാരായണ നാരായണ. ഓ, അങ്ങനെയോ? ഈ കലിയുഗത്തിൽ അവർക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. യഥാർത്ഥ ആനന്ദം അവർക്ക് രുചിച്ചു തുടങ്ങാം. അതേ പ്രഭോ, ഭൂമിയിൽ ശരിയായ അവബോധത്തിലുള്ളവർ തീർച്ചയായും അതീന്ദ്രിയാനന്ദം അനുഭവിക്കുന്നുണ്ട്. നാരായണ നാരായണ. നല്ലതു തന്നെ. അവരെ സംബന്ധിച്ച് ഈ അവബോധത്തിൽ എത്തുക എന്നത് വലിയൊരു ത്യാഗമാണ്. അതെ അതെ പ്രഭോ. പ്രഭോ, നാം ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ രണ്ടു വ്യക്തികൾ അവരുടെ ഒരു ചോദ്യത്തിനുത്തരം അങ്ങയിൽ നിന്ന് ലഭ്യമാക്കുവാൻ അപേക്ഷിച്ചിരുന്നു. ഒരാൾ ഒരു ചെരുപ്പുകുത്തിയും മറ്റേയാൾ ഒരു ബ്രാഹ്മണനും. അല്ലേ നാരദരെ? നാരായണ നാരായണ. സർവകാരണ കാരണമായ അങ്ങേക്കറിയാത്തതായിട്ട് എന്തുണ്ട്? നാരായണ നാരായണ. നാരദരെ, ആ ചെരുപ്പുകുത്തിയോട് പറയൂ, അവന്റെ ഈ ജന്മത്തിന്റെ അന്ത്യത്തിൽ നമ്മുടെ ദർശനം ലഭിക്കുമെന്ന്. പക്ഷേ ബ്രാഹ്മണന്റെ കാര്യത്തിൽ അവന് ദശലക്ഷക്കണക്കിന് ജന്മങ്ങൾ വേണ്ടിവരും നമ്മുടെ ദർശനം ലഭിക്കാൻ. നാരായണ നാരായണ. പക്ഷേ പ്രഭോ, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ ബ്രാഹ്മണൻ 3 നേരം സ്നാനം ചെയ്ത് അങ്ങയെ മുടങ്ങാതെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലോ
ചെരുപ്പ് കുത്തി സദാ വിയർത്തൊലിച്ച് തുകൽപ്പണിയിലും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പ്രഭോ. അത് താങ്കൾക്ക് ഇനി അവരെ കാണുമ്പോൾ സ്വയം ബോധ്യമാകും പ്രിയപ്പെട്ടവനെ. അവരുടെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ നാരദർ ഇവിടെ എത്തിയപ്പോൾ നാം എന്തു ചെയ്യുകയായിരുന്നു എന്നവർ ചോദിക്കും. അപ്പോൾ അവരോട് പറയുക, നാം ഒരു ആനയെ തുന്നൽ സൂചിയുടെ ദ്വാരത്തിൽ കൂടി കടത്തുവാൻ ശ്രമിക്കുകയായിരുന്നു എന്ന്. നാരായണ നാരായണ, എല്ലാം അങ്ങയുടെ ലീലാവിലാസങ്ങൾ. നാരായണ 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 നാരായണ. നാരായണ 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 നാരായണ. ഓ, ആ ചെരുപ്പ് കുത്തിയെ കണ്ടിരുന്നെങ്കിൽ ഈ സന്തോഷ വർത്തമാനം അറിയിക്കാമായിരുന്നു. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ ബ്രാഹ്മണന്റെ കാര്യം, അദ്ദേഹത്തെ കാണാതിരുന്നാൽ മതിയായിരുന്നു. നാരായണ 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 നാരായണ. നാരദമുനി, നാരദമുനി, പ്രണാമം. നാരായണ നാരായണ. പറഞ്ഞാലും നാരദമുനി, അങ്ങ് വൈകുണ്ഠത്തിൽ പോയിരുന്നുവോ? ഭഗവാൻ നാരായണനെ കണ്ടുവോ? നാരായണ നാരായണ. തീർച്ചയായും ബ്രാഹ്മണ ശ്രേഷ്ഠ. നാരായണ നാരായണ. ഓ ഭാഗ്യം! നമ്മുടെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം തന്നുവോ? നാരായണ നാരായണ. തന്നു. അത് നിൽക്കൂ. നോം തന്നെ പറയാം. നാളെയല്ലേ നമുക്ക് മോക്ഷം കിട്ടുന്നത്? നാരായണ നാരായണ. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ? നാരായണ നാരായണ. അടുത്ത ആഴ്ച? നാരായണ നാരായണ. അടുത്ത മാസം? അടുത്ത മാസവും അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജന്മദിനത്തിലായിരിക്കും. അല്ല, ജന്മാഷ്ടമി. ഓ അല്ല, രാമനവമി. അതെ, രാമനവമി ദിവസം. നോം ഉറപ്പിച്ചിരിക്കണു, രാമനവമി ദിവസം തന്നെ. നാരായണ നാരായണ. അത് അങ്ങ് ക്ഷമിക്കണം. ഭഗവാൻ ഈയുള്ളവനോട് അരുളി ചെയ്തത് താങ്കൾക്ക് ഇനിയും ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും ഭഗവാനെ ദർശിക്കുവാൻ. എന്ത്? അങ്ങ് എന്താണീ പറയുന്നത്? നമ്മുടെ കാര്യം തന്നെയാണോ? നിത്യേന 3 നേരം സ്നാനവും ഇക്കണ്ട പൂജകളും വേദപാരായണവും അനുഷ്ഠിക്കുന്ന നോം ഇനിയും കുറെ ജന്മം ജനിക്കേണ്ടി വരുമെന്നോ? അസാധ്യം. നാരായണ നാരായണ. ക്ഷമിക്കൂ ബ്രാഹ്മണ, ഇത് നാം പറഞ്ഞതല്ല, ഭഗവാൻ പറഞ്ഞതാണ്. ഒരിക്കലുമില്ല, ഭഗവാൻ അങ്ങനെ പറയില്ല. എന്റെ ആശങ്ക അങ്ങ് വൈകുണ്ഠത്തിന് പകരം വേറെ എവിടെയോ പോയി എന്തോ അറിഞ്ഞു വന്നിരിക്കുകയാണ്. ആ, വൈകുണ്ഠത്തിലാണ് പോയതെങ്കിൽ പറയൂ. അങ്ങ് അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ നാരായണൻ എന്തു ചെയ്യുകയായിരുന്നു? അത് ഞാൻ എത്തുമ്പോൾ ഭഗവാൻ സൂചിദ്വാരത്തിലൂടെ ഒരു ആനയെ കടത്താൻ ശ്രമിക്കുകയായിരുന്നു. കണ്ടോ, നോം ശങ്കിച്ചത് വെറുതെ അല്ല. സൂചിദ്വാരത്തിലൂടെ ആനയെ കടത്തുകയോ? നോം അത് വിശ്വസിക്കണമോ? നോം ആരാണെന്നോ നമ്മുടെ പാണ്ഡിത്യത്തെ കുറിച്ചോ അങ്ങേക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ
ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നില്ല. അല്ല, നമുക്കൊരു സംശയം, അങ്ങ് വാസ്തവത്തിൽ നാരദമുനി തന്നെയാണോ, അതോ ആ രൂപത്തിലുള്ള മറ്റാരെങ്കിലും? വഴിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. ആനയെ സൂചിദ്വാരത്തിലൂടെ കടത്തുന്നു അത്രേ. വിഡിതം, അല്ലാതെ എന്തു പറയാൻ? നാരായണ 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 നാരായണ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ, ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ, രാധാരമണ ഹരി ഗോവിന്ദ. ഓ നാരദമുനിയെ, എന്തൊരത്ഭുതമായിരിക്കുന്നു! എന്റെ മഹാഭാഗ്യം. നാരായണ 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 നാരായണ. മഹാമുനെ, അങ്ങ് വൈകുണ്ഠത്തിൽ പോയി ഭഗവാൻ നാരായണനെ ദർശിച്ചുവോ? നാരായണ നാരായണ. അതെ, വൈകുണ്ഠത്തിൽ നിന്നും തിരികെ വരുന്ന വഴിയാണ്. താങ്കളെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. നാരായണ നാരായണ. കൃഷ്ണ, എനിക്കിതിൽ പരം വേറെന്തു ഭാഗ്യം കിട്ടാൻ? ആ മുനിശ്രേഷ്ഠ, ദയവായി പറഞ്ഞാലും അങ്ങ് അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ നാരായണൻ എന്തു ചെയ്യുകയായിരുന്നു? നാരായണ നാരായണ. ഭഗവാൻ ഒരാനയെ സൂചിദ്വാരത്തിലൂടെ പുറത്തേക്കെടുക്കുകയായിരുന്നു. നാരായണ നാരായണ. കൃഷ്ണ, ഗോവിന്ദ, നാരായണ, ഇതെല്ലാം അങ്ങയിലൂടെ കേൾക്കാൻ കഴിഞ്ഞല്ലോ. എന്റെ മഹാഭാഗ്യം. എന്റെ പ്രഭു, എന്റെ പ്രഭു അത്രയ്ക്ക് വലിയവനാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട് ഈ ലോകത്തിൽ? ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ, രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. നാരായണ നാരായണ. അല്ല, താങ്കൾക്കിത് കേട്ടിട്ട് അതിശയമൊന്നും തോന്നുന്നില്ലേ? അതിശയമോ? ഒരിക്കലുമില്ല. എന്റെ പ്രഭുവിന് എന്താണ് ചെയ്യാൻ പറ്റാത്തത്? എന്നാലും ഒരാനയെ സൂചിദ്വാരത്തിലൂടെ കടത്തുന്നുവെന്ന് കേൾക്കുമ്പോ നാരായണ നാരായണ. ഓ മുനിവരിയ, ദാ ഇതൊന്ന് നോക്കൂ. ഇത്രയും ചെറിയൊരു വിത്തിനുള്ളിൽ ദാ ഇതുപോലുള്ള വലിയൊരു ആൽമരമുണ്ട്. ഇത്രയും വലിയൊരു ആൽമരത്തിനെ ഇത്രയ്ക്കും ചെറിയൊരു വിത്തിനുള്ളിലാക്കാൻ എൻ്റെ പ്രഭുവിന് കഴിഞ്ഞെങ്കിൽ പിന്നൊരാനയെ സൂചിദ്വാരത്തിലൂടെ കടത്തുക എന്നത് അദ്ദേഹത്തിന് പ്രയാസമുള്ള കാര്യമാണോ? നാരായണ നാരായണ. അവിടുന്ന് എല്ലാം അറിയുന്നു. താങ്കൾ പുണ്യവാനാണ്. ഭഗവാനിലുള്ള ഈ അചഞ്ചല വിശ്വാസം താങ്കൾക്ക് ഈ ജന്മത്തിനൊടുവിൽ ഭഗവത് ദർശനം തന്നെ സാധ്യമാക്കും. നാരായണ നാരായണ. കൃഷ്ണ, ഗോവിന്ദ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഈ ജന്മത്തിനൊടുവിൽ ഞാൻ എന്റെ കൃഷ്ണനെ കാണുമെന്നോ? ഓ മുനിശ്രേഷ്ഠ, പുണ്യാത്മാവാണ് അവിടുന്ന്, മഹാവൈഷ്ണവനാണ് അവിടുന്ന്. അവിടുത്തെ ദർശനം ഈ ഉള്ളവന്റെ ജീവിതം സഫലമാക്കി. നന്ദി മഹാമുനിയെ, നന്ദി. നാരായണ നാരായണ. സദാ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കൂ. അത് ഏവരുടെയും ജീവിതം സഫലമാക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Krishna
Krishna